പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ജോണറിൽ നമ്മൾ ഇങ്ങനത്തെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമുലേറ്റീവ് ഫിക്ഷൻ എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു ജോണറിന്. അപ്പം അത് മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഇതാണ്. ആ വേർഡ് എനിക്ക് സിമുലേറ്റീവ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അരുൺ ചന്തുവാണ്. എനിക്കത് അറിഞ്ഞൂടാ. ഞാൻ ഇതിൻ്റെ കഥ അരുണിൻ്റെ അടുത്ത് എപ്പോഴും ഒപ്പിച്ചത് പറഞ്ഞു, നിങ്ങൾ സിമുലേറ്റീവ് ഫിക്ഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ പേരിട്ട് ചാറ്റ് ജിപിടിയിലൊക്കെ ഇട്ട് ഞാൻ പിന്നെ സിമുലേറ്റീവ് ഫിക്ഷൻ്റെ ആളായി. സാറേ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് പോലീസ് റൗണ്ട് ചുറ്റുന്നത് കാണിക്കുന്നുണ്ട്. അതായത് അതും 2046 നമ്മുടെ ബൊലേറോ തന്നെയാണെന്നുള്ളതൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പൊ അത് സ്ക്വാഡാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പക്ഷേ ഫ്ലൈ ചെയ്യും. അത് ഫ്ലൈയിങ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്, ഫ്ലൈയിങ് സ്ക്വാഡ്. അല്ല, ബൊലേറോ തന്നെ വേണം, അല്ലെങ്കിൽ ഒരു ഡ്രോൺ വെച്ച് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാം. ഇത്രയും ചിന്തിച്ച ആൾക്ക് അതെന്തുകൊണ്ട് അത്രയും പുറകിലോട്ട് പോകാൻ ചാൻസ്? ഈ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞാൽ ഒരു 80s വന്നേക്കുന്ന സൈഫൈ ഫിലിംസിൽ ഉള്ള അതേ ടെക്നോളജി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ്. അതൊരു ഹോളിവുഡൻ ട്രെൻഡാണ്. അപ്പം നമ്മുടെ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൊളേറോയും സുമോയും ഒക്കെ പറക്കുന്നതും ആംബുലൻസ്, പഴയ ആംബുലൻസുകളും അങ്ങനെയുള്ളൊരു. അതുപോലെ തന്നെ ഇപ്പോൾ വാട്ടർ കൂളറൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന വാട്ടർ കൂളർ വീട്ടിൽ സ്ക്വയറായി സർക്കിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ. അപ്പം അതൊരു ആപ്പിളിൻ്റെയൊക്കെ ഡിസൈൻ ഐഡിയയാണ് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ഡിസൈൻ സാധനങ്ങളും ഫോളോ ചെയ്യുന്നത്. പക്ഷേ റെട്രോ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ എല്ലാം സ്ക്വയറുകളാണ്, ബോക്സ് ഒക്കെയാണ്. എന്ന് വെച്ചാൽ അഴുക്ക ഡിസൈനാണ്. അപ്പോൾ അല്ലേ അത് ആ ഡിസൈൻ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു ശ്രീജിത്ത് റെട്രോ ഫ്യൂച്ചേഴ്സ് ഒന്ന് ബ്രീഫ് ചെയ്യുമോ?